എന്റെ ജീവിതത്തിൽ ഇത്രത്തോളം സന്തോഷം വിഷമമുണ്ടായ ഒരു ദിവസം വേറെ ദിവസം എന്നല്ല, ഒരു 2-3 മണിക്കൂർ വേറെ ഇല്ലാന്ന് എനിക്ക് പറയാം. അതായത് സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ വല്യമ്മ വെച്ചാൽ ഉമ്മാന്റെ ഉമ്മ, നമുക്ക് അവര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഉപ്പാന്റെ ഉപ്പിയും ഓൾറെഡി മരണപ്പെട്ടു പോയി, പിന്നെ ഉമ്മാന്റെ ഉപ്പി മരണപ്പെട്ടു പോയി. അപ്പൊ വല്യമ്മ മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവരും കൂടി പോയി എന്ന് അറിഞ്ഞ സമയത്ത്, കാരണം ഞാൻ സന്തോഷിച്ചിട്ടാണ് പിന്നെ എന്താ പറയാ തൊപ്പിന്റെ അടുത്തേക്ക് അന്ന് ആ സമയത്ത് ആ വീട്ടിൽ ആ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്. കാരണം വെച്ചാല് ഓവറാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്ക് അത്രത്തോളം ഞാൻ സാഡായി പോയി. കാരണം പിന്നെ ചില കാര്യങ്ങളാണ് നമ്മളെ കൈമ നിൽക്കൂല. ആയിക്കോട്ടെ, ഞാൻ തൊപ്പി അത് കഴിഞ്ഞ ഉടനെ ആ സമയത്ത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ലൈവ് ആയ സമയത്ത് 1:30-2 മണിയായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ആ സമയത്ത് നാട്ടിലേക്ക് വരുത്ത് എന്തായാലും റിസ്ക് ആയിരിക്കും. കാരണം ആവൂല. രാവിലെ ഇവിടെ മയ്യത്ത് എടുക്കും ചെയ്യും. അപ്പൊ തൊപ്പിനോട് പറഞ്ഞ കാര്യം, തൊപ്പിയായിട്ട് ഞാൻ വലിയ പരിചയ കാര്യങ്ങൾ, തൊപ്പിനൊരിക്കലും വെള്ളം പൂശാൻ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. കാരണം നിങ്ങൾക്ക് പല ധാരണ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പോവാന്നുള്ളത്. അതായത് ഓട്ടോന്റെ അടുത്ത് പിന്നെ അവിടുന്ന് ഓരോ ടീമും കാര്യമൊക്കെ ഓൻ തന്നെ ഡ്രൈവ് ചെയ്തു. എനിക്കൊന്ന് നടുവേദന ഉണ്ടായിരുന്നു. എന്നിട്ട് ഓൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഓടിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് എത്തിച്ചെന്ന്. അതായത് ഒരു ദിവസം പോലും വൃത്തിക്ക് പോകാനായിട്ട് പരിചയ കാര്യമില്ല. ജസ്റ്റ് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പിന്നെ അവിടെ പ്രാർത്ഥന കാര്യത്തിലൊക്കെ ഇരുന്നോന്. അതിന്റെ ശേഷം പിന്നെ ദ്വാരക്കിൽ അവിടെ ഇരുന്നതിന്റെ ശേഷം പിന്നെ എന്താക്കി തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു പിന്നെ ഇത് വണ്ടി ആക്സിഡന്റ് ആയ ഒരു വീഡിയോ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എല്ലാവരും പ്രാർത്ഥനയൊക്കെ എന്റെ വല്യമ്മ ഉൾപ്പെടുത്തുക.